ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നിങ്ങളുടെ കുട്ടി ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വയറ്റ് പ്രശ്നമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വിചാരിച്ച് നിങ്ങളതിനെ സമാധാനിച്ചു. ഉച്ചയ്ക്ക് കൊടുത്തു വേണ്ട, രാവിലെ കൊടുത്തു വേണ്ട, വൈകുന്നേരം കൊടുത്തു വേണ്ട, പിറ്റേ ദിവസം അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ കാണിക്കണം. അപ്പോൾ കുട്ടി പറയാണ്, ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയും കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മാതാവോ പിതാവോ ആണെങ്കിൽ എങ്ങനെ അതിനെ കാണും? നിങ്ങളുടെ പ്രതികരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെയായിരിക്കും, എൻ്റെ പൊന്നുമാനെ, അങ്ങനെ നീ പട്ടിണി കിടന്നുകൊണ്ടാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷം കിട്ടുന്നത്? അല്ലെ എങ്ങനെയാണ് മോളെ സന്തോഷം കിട്ടുന്നത്? നീ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, നീ കഴിക്കുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. അല്ലാതെ നീ പട്ടിണി കിടക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. നിന്റെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ട് മോൻ അല്ലെങ്കിൽ മോള് പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നല്ലേ പറയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടി അങ്ങനെയല്ലേ പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ കുട്ടിയുടെ ഒരു വികലമായ കാഴ്ചപ്പാടായിരുന്നു എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് കൂടുതൽ സന്തോഷമാകും എന്നുള്ളത് കുട്ടിയുടെ വികലമായ ഒരു വീക്ഷണമായിരുന്നു. അപ്പം നിങ്ങളതിന് തിരുത്തി കൊടുക്കും, മോനെ അങ്ങനെയല്ല, എനിക്ക് നിന്നോട് അല്ലെങ്കിൽ മോളോട് വളരെയധികം സ്നേഹമുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, ഭക്ഷണം നന്നായിട്ട് വയർ നിറച്ച് കഴിക്കുന്നതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് പറയല്ലേ? അതല്ല എൻ്റെ ശരി ന്യായം. അതല്ല നീ പട്ടിണി കിടന്നോ അപ്പം ഞാൻ കൂടുതൽ സന്തോഷമാവും എന്ന് ഏതെങ്കിലും മാതാവ് പിതാവ് പറയോ? ഇല്ലല്ലോ. അപ്പം അവരുടെ ആരോഗ്യം, അവരുടെ ക്ഷേമം, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് താല്പര്യം? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പം നിങ്ങളൊരു മാതാവും പിതാവും ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അങ്ങനെ ചിന്തിക്കുമോ? നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ജലപാനം കഴിക്കാതെ ഒരാഴ്ച 2 ആഴ്ചയോ ഒക്കെ അങ്ങനെ, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒക്കെ, അത്രയും പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും കഷ്ടിച്ച് ജീവൻ നിലനിർത്താൻ മാത്രമുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ള ദൈവം അത് അനുവദിക്കുമോ അല്ലെങ്കിൽ അത് സമ്മതിക്കുമോ? എന്നാലും ഇപ്പോൾ പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവർ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ പ്രകാരം കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നാണ്. അങ്ങനെയല്ല അത് വാസ്തവത്തിൽ. ഒട്ടനവധി ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചിന്തിക്കുന്നു. ബുദ്ധിമോശമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും ദൈവം പ്രസാദിക്കുന്ന സംഗതിയല്ല. മറിച്ച് നമ്മുടെ ക്ഷേമത്തിലാണ് ദൈവത്തിന് താല്പര്യം. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ തൽപരനല്ലേ? ക്ഷേമത്തിൽ തൽപരനല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവവും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല ആരോഗ്യപരമായിട്ടിരിക്കണം. നന്നായിട്ട് ഫുഡോ മറ്റു കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം. നല്ല ഹെൽത്തി ആയിരിക്കണം. അതാണ് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വഴികളോട് അനുരൂപപ്പെടണം. അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ട സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വഴികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ വഴിക്ക് ദൈവത്തെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കരുത്. അതല്ലല്ലോ എൻ്റെ ന്യായം. നമ്മൾ ആദ്യം പഠിക്കുക എന്താണ് വേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്താണ് വേണ്ടത് എന്ന് സംബന്ധിച്ച് ആദ്യം ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ നമ്മുടെ പരിധിക്ക് ദൈവത്തെ വരുത്താമെന്ന് ചിന്തിക്കരുത്. അത് ബുദ്ധിമോശമാണ്. അതുകൊണ്ട് ഈ വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ തക്കണം കഴിയും. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്, പ്രസാദമുള്ള സംഗതി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ശരിയായ വിധവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഇതുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.